പൈസ ഒരു സാധനം കിട്ടി. ഇത് സെറ്റാവുമെന്ന് അറിയാൻ വയ്യ. ഇപ്പത്തൊരു R15 ഒക്കെ ഇരിപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ RC പച്ച. അന്ന് വന്നപ്പോഴേ ട്രാക്ക് ടയർ ഉണ്ടെന്ന് പറഞ്ഞ് 190 കിടക്കുന്നുണ്ട്. അതും 180 180 55 17. ഇത് 160. ഈ ബെൻഡൊക്കെ അതിൽ കയറുമ്പോഴത്തേക്ക് മാറുമല്ലേ? 90% മേലുണ്ടല്ലേ ഗ്രിപ്പ്. പിന്നെ വേറൊരു ഗുഡ് ന്യൂസ് ഉള്ളത് 220 ഫാൻസിനാണ്. നമ്മളെ 220 തിരിച്ചു വരുന്നുണ്ട്. ഡ്രാഗടിക്കാം. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ ഒരു ഡെയിലി വ്ളോഗാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ, വെറുതെ രാവിലെ ജസ്റ്റ് ഒന്ന് OLX നോക്കിയപ്പോഴത്തേക്കും സെക്കൻഡ് ഹാൻഡ് ബൈക്കിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ നൈസായിട്ട് ഇന്ന് രാവിലെ ഒന്ന് OLX ചെക്ക് ചെയ്തായിരുന്നു. വണ്ടിയുടെയൊക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് റേറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു. ജസ്റ്റ് ഡോമിനർ ഏതൊക്കെ വണ്ടിയാണ് ഉള്ളതെന്നൊക്കെ നോക്കിയായിരുന്നു. പഴയ CBR ഒക്കെ നോക്കിയായിരുന്നു. CBR, നമ്മുടെ ഡോമിനർ 400 അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും വണ്ടികളൊക്കെ റേറ്റൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കാണ് നമ്മുടെ കിളിമാനു അപ്പുറത്ത് നിലമേൽ ആകുമ്പോഴത്തേക്കും ഒരു സ്ഥലമുണ്ട്. സ്പോട്ട് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഓൾറെഡി ഞാൻ ഇപ്പോൾ സ്പോട്ട് കണ്ടു. അവിടെ കുറച്ച് RC, പിന്നെ നമ്മുടെ ഡ്യൂക്ക് BS3 250, KTM ഡ്യൂക്ക് 250 ഒക്കെ ഇരിക്കുന്നു കേട്ടോ. RC ഒക്കെ അത്യാവശ്യം മോഡ് ചെയ്തൊരു വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെ വന്നൊന്ന് നേരിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുവാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം സ്പോട്ട് കഴിഞ്ഞു. പിന്നെ ഇൻട്രോ എന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ശരിക്കും സ്പോട്ട് അറിഞ്ഞൂടായിരുന്നു. മാപ്പിൽ OLXൻ്റെ മാപ്പിൽ നോക്കിയിട്ട് കറക്റ്റ് സ്പോട്ട് അറിയാൻ വയ്യ. പക്ഷേ സ്ഥലപ്പേര് കിട്ടി. ഇപ്പോൾ ഞാൻ ഷോപ്പ് കണ്ടുപിടിച്ചു. ചെറിയൊരു ഷോപ്പാണ്, റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. പിന്നെ ഈ വേറെ വീഡിയോയിൽ നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട. ജസ്റ്റ് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിട്ടുവാണെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോയുടെ ഇടയ്ക്ക് കുത്തി കയറ്റിയേക്കാം. കണ്ടൻറ്റൊക്കെ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അല്ല, വീഡിയോ ഇടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഷോപ്പിലോട്ടൊന്ന് പോയി നോക്കാം. അവരുടെ ബിഹേവിയറൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മുടെ ആ ഒരു ഷോപ്പിലോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ. റോഡ് സൈഡിലാണ്. ഞാൻ കുറേ നാൾ മുമ്പ് കണ്ട ഷോപ്പാണ്. പക്ഷേ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് ഷോപ്പെന്ന് അറിഞ്ഞൂടാ. എന്നാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇതാണ് RC. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ബുള്ളറ്റൊക്കെ ഉണ്ടല്ലോ. ഇത് ഏതാണ് എഡിഷൻ? റെനഗേഡാ. അകത്തൊരു R15 ഒക്കെ ഇരിപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ RC പച്ച. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉണ്ടോ എന്ന് നോക്കണമല്ലോ. നോക്കാട്ടോ ഗൈസ്. അപ്പോൾ സംഭവം നൈസായിട്ട് പാളി പോയിട്ടുണ്ട്. ഞാൻ വേറെ ഭാഷയൊന്നും പറയുന്നില്ല. ചിലർ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ മുമ്പൊരു ഡെയിലി വ്ളോഗിൽ നമ്മുടെ RD 350 കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഡെയിലി വ്ളോഗ് കൊണ്ട് പോയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് മുട്ട ഷോ ആയത്. അത് കണ്ടവരൊക്കെ അറിയാൻ പറ്റും. ഒടുക്കത്തെ ജാട. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് അവർ വിളിച്ചിട്ട് വരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ചിലരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലെന്നൊക്കെ പറഞ്ഞാൽ അതിനെന്താ എടുത്തോന്നൊക്കെ പറയും, അതിനെന്താ വീഡിയോ എടുത്തോന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, എടുക്കാനും ഭയങ്കര ഒരു ആവശ്യമാണ്. ചിലയിടത്ത് നമ്മളിങ്ങനെ ചെന്ന് കയറുമ്പോഴത്തേക്കും ഭയങ്കര ഷോ ആണ് കേട്ടോ അവരൊക്കെ. ചിലയിടത്ത് ഞാൻ പറഞ്ഞ പോലെ ചിലതിങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ചാനലെടുത്ത് കാണിച്ചാണ്, എന്താണ് മറ്റാണ് മറിച്ചാണ് അതൊക്കെ ഇങ്ങനെ ഷോ ചെയ്യും കേട്ടോ. ഒരു കാര്യമില്ല. ചിലരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ പറയില്ല, നമ്മൾ ഇതേപോലത്തുള്ള ചെറിയ ഷോപ്പിൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ഒടുക്കത്തെ ചാടയാണ്. മറിച്ച് നമ്മൾ പോകാത്ത ഷോറൂമൊന്നുമില്ല. നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ അറിയാമല്ലോ, നമ്മൾ പോകാത്ത ഷോറൂമിൻ്റെ അകത്ത് കയറി വീഡിയോ ചെയ്യാത്ത എവന്മാരെക്കാട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂം കയറി നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. വീഡിയോ കാണുന്നവരൊക്കെ അറിയാം. ഇപ്പോൾ KTM ആയാലും ബജാജ് ആയാലും ഹീറോയുടെ ഷോറൂമിൽ പോയിട്ടുണ്ട്. അത്യാവശ്യം നമ്മളിപ്പോൾ ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ഷോറൂമിൻ്റെ അകത്ത് കയറി നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അവരൊക്കെ ആർക്കും ഇല്ലാതെ അത്രയും പവറാണ്. ഒരു മുറി കടയിട്ടിട്ട് കുറേ വണ്ടി എടുത്ത്, ഞാൻ വണ്ടികളൊന്നും കുറ്റം പറയുന്നില്ല. ചിലർ നമ്മുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ആരാണ് എന്താണ് വിളിച്ചിട്ടൊക്കെ വാ, നമ്പർ തരാം, വിളിച്ചിട്ടൊക്കെ വാ, പിന്നെ ചെയ്താൽ മതി, അങ്ങനെയാണ് മറ്റാണെന്നൊക്കെ പറയേണ്ട. അതുകൊണ്ട് ഞാൻ പറയില്ല, അന്ന് RD 350 ചോദിച്ചപ്പോൾ ഇതേപോലെ ആയിരുന്നു. ഭയങ്കര ഷോ ആയിരുന്നു. ജാട എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ജാട വേറൊന്നുമില്ല. എന്താ പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഞാൻ പോകില്ല കേട്ടോ. ഞാൻ വിളിച്ചെല്ലാം പറഞ്ഞാലും ഞാൻ പിന്നെ പോകില്ല. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ പോകില്ല. അന്ന് AJക്ക് പെറ്റി കിട്ടിയ സ്ഥലമുണ്ട്. അതെ, ഇൻ്റർസെപ്റ്റർ അവന്മാർ ക്യാമറ കൊണ്ട് ഇരിക്കുന്നുണ്ട്. അവന്മാർ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുമെന്ന് എനിക്കറിയാം. ക്യാമറ കൊണ്ട് ഇരിക്കുകയാണ് പൈസ മൂടുകാനായിട്ട്. കാരണം അവിടെ നിന്ന് ഇപ്പം നമ്മളിങ്ങോട്ട് വന്നില്ല. നല്ല സ്ട്രെയിറ്റ് റോഡാണ്. നല്ലോണം കത്തിച്ച് വരും. കാറായാലും ബൈക്കായാലും നല്ല രീതിയിൽ കത്തിച്ച് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനൊക്കെ അറിയാം നല്ല സ്പീഡിൽ വരും. അവിടെ ക്യാമറ കൊണ്ട് നിന്ന് അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കത്തുമില്ല. ഇൻ്റർസെപ്റ്റർ ഉണ്ടാവും. അറിഞ്ഞൂടാത്തവരൊക്കെ നല്ല വിട്ടിങ്ങി വരും. എനിക്ക് നല്ലോണം അറിയാം. ഞാൻ 3-4 അവന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സ്പോട്ട് എത്തുമ്പോൾ ഒരു 50-ന് താഴേക്ക് വരാറുള്ളൂ.
അപ്പോൾ എന്താ പറയുക, അവിടെ ഒരു ഹെൽമെറ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറിയാലോ. ജസ്റ്റ് ഞാൻ ഒരു ആക്സസറി ചോദിച്ചായിരുന്നു. സംഭവം നമ്മുടെ NSന് ഇതിന് പറ്റിയ ഒരു ക്രാഷ് ഗാർഡ് ഞാൻ വേറൊരു ആഫ്റ്റർ മാർക്കറ്റ് സാധനം ഒരു ചെന്നൈയിൽ ഒരു ഷോപ്പിൽ ഞാൻ ചോദിച്ചു, അവിടെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഒരു ഹെൽമെറ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ ആ ഷോപ്പ് ആദ്യമായിട്ടാണ് കാണുന്നത്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാലോ. കണ്ടൻ്റ് ആണല്ലോ മെയിൻ. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം വെറുതെ. കൊട്ടാരക്കര അല്ല, ഞാൻ കിളിമാനാണ് സ്ഥലം. ഏത് മോഡലാണ്? സ്ലൈഡർ ഉള്ളത് ഈ മോഡലല്ലേ? ഇത് എത്ര ആവും? 1000 സംതിങ് അല്ലേ? അപ്പോൾ ഞാൻ ഒരു മോഡൽ കാണിച്ചില്ലേ, നിങ്ങളെ ഉണ്ടോ എന്ന് നോക്കട്ടോ. ഈ സംഭവം മനസ്സിലായി. ഏകദേശം സൈസ് സെയിം ആയിരിക്കും ബോൾട്ടിൻ്റെ. പൈസ ഒരു സാധനം കിട്ടി, ഇത് സെറ്റ് ആവുമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു സാധനം ഏകദേശം സിമിലറാണ്, പക്ഷേ ഡോമിനറിൻ്റെ ആണ് കേട്ടോ. അത് ഡയറക്റ്റ് സൂട്ട് ആവുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഏകദേശം അതിൻ്റെ മുകളിലത്തെ താഴത്തെ ബോൾട്ടൊക്കെ ഏകദേശം സൂട്ട് ആവുന്നുണ്ട്. ഇതിപ്പോൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലെയ്ത്തിലൊക്കെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഒന്ന് ഹോൾ സൈസ് കൂട്ടാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് എക്സ്ട്രാ ക്ലാമ്പൊക്കെ അടിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ച്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ NSനെയൊക്കെ വെച്ചിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിന് ആക്സസറീസൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. പുതിയതായിട്ടുള്ള ആക്സസറീസ് ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ മോഡൽ ഇപ്പോൾ ഹണ്ടർ, R15, V3, V4 അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് ഗാർഡും ഇവൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. NSനൊന്നും ഒരു സാധനവും എൻ്റെ അറിവിൽ പുതിയതായിട്ട് ഒരു കമ്പനി NSന് വേണ്ടി സെപ്പറേറ്റ് ആക്സസറീസോ അല്ലെങ്കിൽ ക്രാഷ് ഗാർഡ്സോ അങ്ങനെ ഒന്നും ഇറക്കുന്നില്ല. NSന് വേണ്ടി ഇപ്പോൾ ഏത് ഷോപ്പിൽ ചെന്നാലും സ്ലൈഡറൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും, മറ്റേ ഇല്ല ഇങ്ങനെ വരുന്ന സാധനം ഉണ്ടല്ലോ. പക്ഷേ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസൊക്കെ NSന് പൊതുവേ കുറവാണ്. അതെന്താണെന്ന് അറിയാൻ വയ്യ. നല്ല രീതിക്ക് സൈലുള്ള ഒരു 200cc വണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. 2012 വണ്ടി ലോഞ്ച് ആവുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ, അപ്പോൾ പുതിയതായിട്ടുള്ള ആക്സസറീസൊക്കെ കുറവായി. ഏത് ഷോപ്പിൽ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടൊക്കെ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നുമില്ല വണ്ടിക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും UST ഫോക്സും കസ്റ്റം പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാത്രം വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ എവിടെയാണ് കയറുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് മൊത്തം ഫ്ലോപ്പാണ്. പിന്നെ വെറുതെ ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം വീഡിയോയിൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല. വെറുതെ ഒരു കാര്യമില്ലാതെ വണ്ടി കൊണ്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ടയർ ചോദിച്ചൊരു ഷോപ്പുണ്ട്. അതായത് ഞാൻ വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ അപ്പോളോ ആൽഫ H1 C8ൻ്റെ സൂംഡ് അഡക്സുമാണ് അടുത്ത ഇടാൻ വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന 2 ടയർ. ഈ ബാക്കിലത്തെ ടയർ തേഞ്ഞ് തീരാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത്. കുറച്ചുകൂടെയൊക്കെ ഒന്ന് മുതലായിട്ട് ഇടാന്നുള്ള ആയതുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് പോയിട്ട് നമ്മുടെ കിളിമാനൂർ അടുത്ത് നമ്മുടെ ബജാജിൻ്റെ ഷോറൂമിൻ്റെ അടുത്തൊരു കടയിൽ നമ്മളെ C8 സൂംഡ് അഡക്സിൻ്റെ റേറ്റ് ചോദിച്ചായിരുന്നു. വെറുതെ 1-2 വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ട്രാക്ക് ടയർ ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സാധനം ഒന്ന് കയറി നോക്കാം. ട്രാക്ക് ടയർ നല്ല കളക്ഷനാണ്, നല്ല ടയറാണെന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ട്രാക്ക് ഇടാൻ പ്ലാനൊന്നുമില്ല, എന്നാലും ഒരു 150, 160 ഒക്കെ നല്ല ടയർ കിട്ടുവാണെങ്കിൽ ഇട്ട് നോക്കിയാലോ എന്ന് ചെറിയൊരു ആഗ്രഹത്തിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. കാരണം നല്ല സൈസാണ് ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും. ട്രാക്ക് ടയർ ഇടുന്നവരോട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒരു 150, 160 ഒക്കെ 150 മാക്സിമം ആണ്. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം 130 സ്റ്റോക്ക് വരുന്നത്. ഒരു 150 ഒക്കെ ഇടുന്നതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു 150 മാക്സിമം ഒരു 160 ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. അവിടെ ട്രാക്ക് ടയർ ഉണ്ടോ എന്ന് അറിയാൻ വയ്യ. ഒരു ടയർ ഷോപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ. എന്തായാലും വേറൊരു ഗുഡ് ന്യൂസ് ഉള്ളത് 220 ഫാൻസിനാണ്. നമ്മളെ 220 തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചു വരാൻ പോവുകയാണ്. വലിയ അപ്ഡേറ്റ് ഒന്നുമില്ല, കാരണം ബജാജ് അല്ലേ, വേണമെങ്കിൽ അടിച്ചാൽ മതി. ചത്താലും നമ്മൾ അപ്ഡേറ്റ് ഒന്നും കൊടുക്കില്ല എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേ വണ്ടി തിരിച്ചു വരുന്നുണ്ട് കേട്ടോ, 220 തിരിച്ചു വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. ഞാൻ പറഞ്ഞ 2 ടയർ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് ടയർ കണ്ടിട്ട് കൊതിയാവണം, പക്ഷേ ഈ സാധനം തേഞ്ഞ് തീരണമില്ല. ഇതാണ് കേട്ടോ C8 റാഡക്സും അപ്പോളോ ആൽഫ H1. ചേട്ടാ അന്ന് വന്നപ്പോഴേ ട്രാക്ക് ടയർ ഉണ്ടെന്ന് പറഞ്ഞ്. അല്ല, എനിക്ക് കാണിച്ചു തന്നാൽ മതി. എന്തോട്ടാ സൈസ് എത്രയൊക്കെ ഉണ്ട്? ട്രാക്ക് ടയർ എന്ന് പറയുമ്പോൾ എല്ലാം അപ്പ് സൈസ് അല്ലേ. ഇപ്പം 140 കിടക്കുന്ന, 150 ഒക്കെ ഉണ്ടാവോ?
ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കണ്ടാൽ മതി കേട്ടോ, ഞാൻ എടുത്തോളാം. $170 ഉഫ്, 190 കിടക്കുന്നുണ്ട്. 180 180 55 17 180 അല്ലേ, 160 ഉണ്ട്. അതെത്രയാണ്? ഇത് 160. ഇത് 160 കേട്ടോ. മിഷലിൻ റേഡിയലാണല്ലോ സാധനം, കൊള്ളാം കേട്ടോ. റോഡ് ട്യൂബ്. ഈ ബെൻഡൊക്കെ അതിൽ കയറുമ്പോഴത്തേക്ക് മാറുമല്ലേ? ഇത് അത്യാവശ്യം കൊള്ളാം കേട്ടോ ടയർ. ചേട്ടാ ഇത് എത്ര റേറ്റ് വരും? 90% മേലുണ്ടല്ലേ ഗ്രിപ്പ്? നല്ല ഗ്രിപ്പുണ്ട്. പാപ്പാലയുണ്ട്, കിളിമാന് പാപ്പാലയാണ് ഈ ടയറിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഞാൻ അന്ന് വന്ന് നോക്കിയായിരുന്നു, ഞാൻ വീഡിയോ ആക്കിയില്ല. ഇതാണ് ഷോർട്ട് ലിസ്റ്റ് വെച്ചെന്ന് പറഞ്ഞ ടയർ. ഞാൻ പിന്നെ ഡെയിലി വ്ളോഗിൽ വേറെ ഷോപ്പിൽ ടയർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽഫ H1 നമ്മുടെ സിയറ്റിൻ്റെ സൂം പ്രൊഡക്ട്സും. ഇതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ വിട്ട് ഉണ്ടാവും, ഇതിടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇങ്ങനെ കർവായിട്ട് കിടക്കും. പിന്നെ NSൻ്റെ അലോയ്ക്ക് വിട്ട് കുറവായതുകൊണ്ട് ഇതായിരിക്കും കുറച്ചുകൂടെ നൈസ്. കാരണം ബാക്കിൽ നിന്ന് കാണാനും നല്ല രസമുണ്ട്, ത്രെഡൊക്കെ കാണാൻ നല്ല രസമുണ്ട്. 3500 അല്ലേ? അത് മിഷലിൻ പൈലറ്റ് 2 അങ്ങനെ ഉണ്ടോ പറഞ്ഞിട്ട് വരാം കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ ആ ടയർ കൊള്ളാം കേട്ടോ. വെറുതെ കയറി നോക്കിയെന്നേ ഉള്ളൂ. കാരണം ഈ ടയർ തേഞ്ഞ് തീരണ്ടേ, ഒരു വിധത്തിൽ ആ ബാക്ക് ടയർ തേഞ്ഞ് തീരൂല. ഞാൻ എൻ്റെ ഗ്രിപ്പ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ എൻ്റെ ഗ്രിപ്പ് കിടക്കുന്നുണ്ടോ? ഈ സാധനം തേഞ്ഞ് തീരാൻ എന്തിനാണ് ടയർ മാറ്റുന്ന, മണ്ടത്തരായി പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റിംഗ് ആണ്. അല്ലെങ്കിൽ പിന്നെ വല്ല ബേണൗട്ട് അങ്ങനെ അടിച്ച് കത്തിച്ച് കളയണം. വേണമെങ്കിൽ ബേണൗട്ട് അടിച്ച് കത്തിച്ചിട്ട് ടയർ മാറാൻ വേണ്ടി കത്തിച്ച് കളയാം. പക്ഷേ എനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ട്. കാരണം അത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ടയറാണ് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ കണ്ടൻറ്റിന് വേണ്ടി വെറുതെ കയറിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ ഒരു ടയർ കൊള്ളാം, 160. അത് നല്ല നൈസ് ടയർ. 160 60 17 അത് കൊള്ളാം. അതിന് ഇഷ്ടപ്പെട്ടു ടയർ. അത് ഇട്ടാലോ എന്നൊരു പ്ലാനുണ്ട്. 3500 പുള്ളി റേറ്റ് പറഞ്ഞത്. 3500 വേറെ സീനൊന്നുമില്ല കേട്ടോ. 3500 നല്ല ടയറാണ്, നല്ല ഗ്രിപ്പുണ്ട്. 3500 നല്ലൊരു ഡീല്. ഗ്രിപ്പും കൊള്ളാം, പിന്നെ ബാക്കിൽ നല്ല അടിപൊളി സൈസും ആവും. നോക്കട്ടെ, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പറഞ്ഞില്ല, ഈ ടയർ തീരുന്നില്ല. തീർന്നിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ ടയർ ഇടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഇട്. ഗൈസ്, നമ്മളൊരു നാട്ടുകാരനാണ് ആ ഒരു RX പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെ പോയിട്ട് പോകണമെന്തോ, ഒരു ഡ്രാഗ് അടിക്കണമെന്ന് ചോദിക്കാം. ചുമ്മാ നല്ല തിരക്കുണ്ട്, ഡ്രാഗൊന്നും അടിക്കാൻ പറ്റിയ റോഡല്ല. അവൻ തിരിഞ്ഞു നോക്കണില്ലേ? അവന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. പതുക എന്തോന്നാണ് നോക്കണേ. ഡ്രാഗ് അടിക്കാം എണ്ണ ഇല്ലേ? പോട്ട് അവൻ കയറി പോയേട്ടാ. അവൻ ചെറുക്കൻ കത്തിച്ച് പോയി. ഞാൻ കൂടെ പിടിക്കുന്നില്ല, കാരണം നല്ല തിരക്കുള്ള റോഡ്. ദൈവമേ, RXന്റെ പുക മാത്രമേ ഉള്ളൂ. ഡ്രാഗ് അടിക്കാതെ ചോദിച്ചപ്പോൾ പറഞ്ഞ എണ്ണയില്ല. ഇപ്പം എന്നിട്ട് അവൻ്റെ പുക പോലും കാണാനില്ല, പുക മാത്രമേ ഉള്ളൂ RXന്റെ. അപ്പോൾ എണ്ണയില്ലെന്ന് പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. വെറുതെ ക്യാമറ കൊണ്ട് ഇറങ്ങിയതാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കണ്ടൻറ്റൊന്നുമില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഏതൊക്കെ വീഡിയോയിൽ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് നമ്മൾ ഷോപ്പിലൊക്കെ കയറി എല്ലാത്തിൻ്റെ പ്രൈസ് മാത്രമേ ചോദിക്കുകയുള്ളൂ, വില മാത്രമേ ചോദിക്കുകയുള്ളൂ, ഒന്നും മേടിക്കൂല, ഒരു സുഖം എന്ന് പറഞ്ഞ കണക്ക്. വെറുതെ ഒരു സുഖം. എല്ലാ ഷോപ്പിലൊക്കെ കയറിയിട്ട് പ്രൈസ് എത്രയുടെ വില എത്രയുടെ എന്നൊക്കെ ചോദിക്കാമല്ലോ, അതൊരു രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ടയർ മാറണമെന്നുണ്ട്. 160 നല്ല കിടിലൻ ടയർ കേട്ടോ. ഏകദേശം ഒരു 95% ടയറുണ്ട്. അത് ഓടിയിട്ടേ ഇല്ല ആ ടയർ. അത് ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. 3500 റേറ്റ് പറഞ്ഞത്. 3500 റേറ്റിന് നല്ല സാധനമാണ്. ഈ സാധനം ഒന്ന് തേഞ്ഞ് തീരണതുമില്ല പുതിയ ടയർ ഇടാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പറഞ്ഞുകൂടാ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. RX പോകണം.